ജോമി, ഹാപ്പി ബർത്ത്ഡേ. നീ ഉണ്ടായത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. നീ ഉണ്ടായപ്പോൾ നിൻ്റെ പപ്പ ഇവിടെ ഇല്ലായിരുന്നു. 1 വയസ്സായപ്പോഴാണ് പപ്പ വന്നത്. നിന്നെ പറ്റിക്കാനായിട്ട് എലിയാമ്മ ആൻറ്റി പറഞ്ഞു, നമുക്ക് മിനിയെയും ഇവനെയും കൂടെ ഒന്നിച്ച് കിടത്താം, ഷഡ്ഡി മാത്രമേ ഇടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം കാണുന്നതല്ലേ, അതുകൊണ്ട് വേണ്ട. അവനെ ആ 1 വർഷത്തെ ഉമ്മ മുഴുവനും കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. നീ വന്നപ്പോൾ പപ്പ ഓടി വന്ന് നിന്നെ എടുത്തു. പപ്പായും തൊടുപുഴത്തെ അമ്മയും കൂടെയാണ് വന്നത്. നിനക്ക് ഒരു ഉടുപ്പ് കൊണ്ട് തന്നു, മിനിക്കും ഒരു ഉടുപ്പ് കൊടുത്തു. സന്തോഷമായിട്ട് 2 പേരെ എടുത്തു. പപ്പ പറയട്ടെ. ജോമി ഉണ്ടായപ്പോൾ ഞാൻ മുട്ടയെ നിർത്തുമായിരുന്നു. ജോമിയെ നോട്ടിനെ അച്ഛനെ എന്നെ കാര്യമായിട്ട് സ്നേഹിക്കുക. ജോമിയെ കുരുത്തക്കേടൊന്നുമില്ലായിരുന്നു, എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. കുരുത്തക്കേടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ മുട്ട നിർത്തുമായിരുന്നു അല്ലേ? ആ, ഓൾ ദ ബെസ്റ്റ്. Happy birthday, Jomi Chacha. ഹാപ്പി ബർത്ത്ഡേ ജോമി. 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോമി അളിയന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു. 50 വയസ്സായല്ലേ ജോമി? ഹായ് ജോമി, ഹാപ്പി ബർത്ത്ഡേ. നിനക്ക് 50 വയസ്സായെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു നല്ല ബ്രദറിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മൾ ഒന്നിച്ച് ഇവിടെ ലിവർപൂളില് അടുത്തടുത്ത് താമസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എനിക്ക് എന്റെ ചെറുപ്പം തൊട്ടേ ഒരു തരത്തില് എനിക്കൊരു ബുദ്ധിമുട്ടും തരാത്ത ഒരു ബ്രദറാണ്. പപ്പായും മമ്മിയും പറഞ്ഞ പോലെ നല്ലൊരു ആംഗ്ലേനെ എനിക്ക് കിട്ടി. അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് യു. പിന്നെ നീ എപ്പോഴും ഞങ്ങളെ ചെറുപ്പം തൊട്ടേ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും നിനക്കൊരു പ്രത്യേക കഴിവ് ദൈവം തന്നിട്ടുണ്ട്. എല്ലാരെയും ചിരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ്, അത് ദൈവം അങ്ങനെ തന്നെ തുടരുവാനുള്ള അനുഗ്രഹം തരട്ടെ. പിന്നെ 50 വയസ്സിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. 50 is just a number. ഇല്ല, മമ്മി പറഞ്ഞത് തെറ്റാ. 50 is very old. God. Like mummy said പോലെ ജോമി ചാച്ച എല്ലാം പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ I'm very happy because like you always make me happy and you make me laugh all the time. So yeah, I'm happy with today. Yeah, happy birthday, Jomi Chacha. I can't believe you're 50, and Very old. whenever Mommy and Papa tells me that you're coming, we always look forward to seeing you. Like, you're such a funny guy. ഹാപ്പി ബർത്ത്ഡേ. Happy birthday. 50-ാം ജന്മദിനം ആഘോഷിക്കുന്ന ജോമി ചേട്ടായിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോമി ചാച്ച, ഹാപ്പി ബർത്ത്ഡേ ടു യു. Many happy returns of the day, Jomi. 50 years, oh, such a long time. But years passed very soon. I still remember the day when you were born, and I was also standing in front of the labor room, Kuchigunnal's labor room, and Eliam Jechi brought to you to show us, and while we were waiting to see eagerly there, and now you are in front of me. God bless you.
ഹാപ്പി ബർത്ത്ഡേ ജോമിച്ചേട്ടായി, എല്ലാവിധ പിറന്നാൾ ആശംസകളും. ജോമിക്കുട്ടാ, സുഖമാണോ കൊച്ചിന്? പിറന്നാൾ ആശംസകൾ ആൻറ്റിയുടെ വക. ജോമി 50ാം ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ എല്ലാ ഡ്രീംസുകളും ഫുൾഫിൽ ആകട്ടെ. ചക്കര ഉമ്മ. ജോമി പിറന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോമിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് ജോമി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഈ 50ാം ദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും അനേകരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും പകരുവാനുള്ള നിൻ്റെ കഴിവിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ് ജോമി, നിന്റെ 50ാമത്തെ ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. വിഷിംഗ് എ വെരി ബ്യൂട്ടിഫുൾ ഹാപ്പി ആൻഡ് മെമ്മറബിൾ 50th ബർത്ത്ഡേ. വെൽക്കം ടു ദ 50+ ക്ലബ്. ഒരു സജഷൻ ഉണ്ട്. നിന്റെ ഈ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ നിനക്കൊരു പുസ്തകം രചിക്കാൻ സമയമായി. ഒരു കലാകാരന്റെ കഴിഞ്ഞ 50 വർഷങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കുക. അതിനകത്ത് നിന്റെ കോട്ടയത്ത് തുടങ്ങിയ ജീവിതം, കിടങ്ങൂര്, ബാംഗ്ലൂർ, അലഹബാദ്, ചന്ദ്രായപട്ടണ തുടങ്ങിയ അവസാനം ലിവർപൂളിൽ എത്തി നിൽക്കുന്ന സംഭവപരമായ ഒരു കഥാവിവരണം ഒരു പുസ്തകം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വൺസ് അഗെയിൻ ഞങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് വളരെ സ്നേഹത്തോടെ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലസ് യു. Hello, surprise? It is said that we don't meet people by accident. They are meant to cross our path for a reason. It was yet another February, to be precise 4 years ago, that a formal conversation about your film 8119 Miles gradually led to this beautiful and blessed soul connect of ours. Though miles apart and time zone differences between us, and the fact that we have just met once, all of this seem immaterial, because when Akul and I count our blessings, we count you many times. Your words and prayers have always helped me sail through difficult times, be it ill health or the loss of a loved one. You have motivated me to pick up the pen and write. You have helped me see clarity at the nitty-gritties of life and assured in me this confidence that any juncture of life I can reach out to you and the beautiful Danny who completes this connect of ours. On this special day of yours, I want to thank you first from the bottom of my heart for being there for me and Akul. On this special birthday, I want to wish you loads of luck, prosperity, happiness, peace and good health in the years to come. Wish you a very, very happy birthday. Happy birthday, Uncle. Happy birthday to you. Happy birthday to you. Happy birthday to Jomi. Happy birthday to you. ഞാൻ വളരെ അതിശയത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ജോമിക്ക് 50 വയസ്സ് പൂർത്തിയായി, ഹാഫ് സെഞ്ചുറിയായി. എത്ര വേഗമാണ് സമയങ്ങൾ പ്രായം മുന്നോട്ട് പോകുന്നതെന്ന് ഞാനിങ്ങനെ ഓർത്തുപോയി. ജോമിയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു പയ്യനായിട്ടാണ്, എൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ ജോമിയെ കാണുന്നത്. അപ്പോൾ എന്നെയൊക്കെ എത്രയോ വയസ്സിന് ഇളയതാണ് ജോമി. പക്ഷേ ജോമിയുടെ അറിവും കഴിവുകളും ഒരു 100 വയസ്സുകാരൻ്റെ അതിനോട് നമുക്ക് താരതമ്യം ചെയ്യാം. കാരണം അത്രമാത്രം അറിവും കഴിവുകളുമുണ്ട്. അതെല്ലാ രംഗത്തും. ഒരു പത്രാധിപനായി ജോലി ആരംഭിച്ച അദ്ദേഹം സിനിമാ സംവിധായകനായി, സ്ക്രിപ്റ്റ് റൈറ്ററായി, എഡിറ്റിംഗായി, ക്യാമറമാനായി, എല്ലാ തരത്തിലും സിനിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ജോമിയുടെ നരേഷൻ, അത് എടുത്തു പറയേണ്ട ഒരു വലിയ കഴിവാണ്. പിന്നെ മനുഷ്യനോട് ഇടപെടുന്ന ആ ഒരു രീതി എല്ലാവരോടും. പിന്നെ ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ കൈ നീട്ടിയാൽ അദ്ദേഹം കൊടുക്കുന്ന തുകയെന്ന് പറയുന്നത് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. പുള്ളിക്ക് അതൊരു സാമ്പത്തിക ഉന്നമനമല്ല, അതിനേക്കാളൊക്കെ ഉപരി ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോമി
ജോമിയെ ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈ 50 വർഷം ആഘോഷിക്കുന്ന വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഗുഡ്. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ജോമി. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday ജോമി ചാച്ചാ. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ജോമി ചാച്ചന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. 50ാം വയസ്സിലേക്ക് കടന്ന പ്രിയപ്പെട്ട ജോച്ചേട്ടന് 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ജോച്ചേട്ടാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ ബ്രദർ ഡയറക്ടർ. ലവ് യു. 50ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോമിക്കുട്ടന് തങ്കച്ചൻ ചേട്ടായുടെയും കോയിത്തറ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോമിക്ക് 50 വയസ്സ് പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ആശംസ പറയുവാനായിട്ട് സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ജോമിയെക്കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇതാണ്: ജോമിയുടെ കൂടപ്പിറപ്പ് സ്നേഹം. അത് രോഷിനിയോടും അശ്വതിയോടും മാത്രമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വാണമ്പിടിയിൽ കുടുംബത്തോടുള്ള ഒരു ബന്ധമുണ്ട് ജോമിക്ക്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അത് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ദിവസം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജോമി എന്നോട് പറഞ്ഞു, ഇവരൊക്കെ നമ്മുടെ രക്തത്തിലുള്ളവരല്ലേ, നമ്മൾ രക്തബന്ധമുള്ളവരല്ലേ. അപ്പം ആ ഒരു അന്നേരം ആ വ്യക്തി അനുഭവിക്കുന്ന ആ വിഷമം ജോമി അനുഭവിച്ചുകൊണ്ട് തന്നെ അത് പറയുന്നത് കേട്ടപ്പോൾ ഇത്രമാത്രം അവൻ വാണമ്പിടികൾ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ സമർപ്പിതരോടുള്ള ബന്ധം, അതായത് കുടുംബത്തിൽ നിന്നുള്ള സമർപ്പിതരോടുണ്ടാകുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫോൺ വിളിക്കുമ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ എന്തോരും എത്രമാത്രം അഭിമാനമാണ് നിങ്ങളൊക്കെ സിസ്റ്റേഴ്സായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോഴെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹവും അത് നമുക്ക് ശരിക്കും എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. അതങ്ങനെ പറയാൻ പറ്റുന്നതും വലിയൊരു കാര്യമാണ്. നമുക്കത് കേൾക്കുന്നതും സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ സമർപ്പിതരോട്, കുടുംബത്തിൽ നിന്നുള്ള ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് കാണിക്കുന്ന ഈ ഒരു കരുതലിന് ജോമിക്ക് പ്രത്യേകം നന്ദി പറയുവാണ്. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ദിവസം ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവിധ ജന്മദിനത്തിൻ്റെ ആശംസകളും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ജോയിയുടെ ജന്മദിനം അത് എന്നെ സംബന്ധിച്ചും വലിയൊരു ദിവസമാണ്. കാരണം ജോ എൻ്റെ ആത്മസുഹൃത്താണ്. വളരെയധികം കാലമായിട്ട് അറിയുന്നു, വളരെ അടുത്തറിയുന്നു. എനിക്ക് എന്തെല്ലാം സഹായങ്ങൾ ജോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു, എന്തെല്ലാം നല്ല വാക്കുകൾ, എന്തെല്ലാം ഉപദേശങ്ങൾ. എനിക്ക് പറയാനുള്ളത്, ജോ ക്രിസ്തുവിനോടൊപ്പം സെൻറ്റ് ഫ്രാൻസിസ് അസീസിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല മിടുക്കനായിട്ടുള്ളൊരു കലാകാരനാണ്. എപ്പോഴും എന്നോട് പറയും, അച്ഛാ എനിക്ക് ജീവിതത്തിൽ എന്തും ആവാനായിട്ടൊക്കെ പറ്റും, പക്ഷേ എനിക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം, സെൻറ്റ് ഫ്രാൻസിസ് അസീസിയോടൊപ്പം നിൽക്കണം എന്നാണ് ജോയുടെ വാക്കുകൾ. ജോയുടെ പ്രവൃത്തിയും ജീവിതം എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോ ജന്മദിനം വളരെ കെങ്കേമമായിട്ട് ആഘോഷിക്കുക. ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഞാൻ ജോയുടെ വീട്ടിൽ പപ്പയുടെ അടുത്ത് പോയിട്ടുണ്ട്, പപ്പയുടെ മമ്മയുടെ അടുത്തും പോയിട്ടുണ്ട്. ജോയുടെ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജോയ്ക്ക് എന്തുമാവാം, പക്ഷേ ജോ എന്തുമാവുന്നില്ല. ജോ ക്രിസ്തുവിൽ നിന്ന് അല്ലാത്ത ഒരു കാര്യത്തിനും ജോയ്ക്ക് താല്പര്യമില്ല. ഒരപ്പന് മകനെക്കുറിച്ച് അത്രയ്ക്കും ഉറപ്പാണ്.
ജോ ഒരു നല്ല ചലച്ചിത്രകാരനായിട്ട് വേറെ എല്ലാ രീതിയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ജോ ക്രിസ്തുവിനെ പരമാവധി തൻ്റെ ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന് നന്മകൾ എനിക്കും ലഭിക്കുന്നു. ജോ ജീവിതം മംഗളകരമായിരിക്കട്ടെ. ഇനിയും മിടുക്കനായിട്ട് ക്രിസ്തുവിൻ്റെ നല്ല മിടുക്കനായിട്ടുള്ള കലാകാരനായിട്ട് മുന്നോട്ട് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ജോയ്ക്ക് സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന ജോമി ജോർജിന് ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ജോ ഈശ്വർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ജോമിയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവം എനിക്ക് നൽകിയ കഴിവുകളെ വളർത്തി വലുതാക്കി കുടുംബത്തിനും സമൂഹത്തിനും അതിലുപരിയായി ദൈവമഹത്വത്തിനുമായി ഉപയോഗിച്ച ജോമി നമുക്കെന്നും പ്രചോദനമാണ്. ആയുസ്സും ആരോഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനേക വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം ജോമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരന് ഒരിക്കൽ കൂടി ജന്മദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ജോ, ഹാപ്പി ബർത്ത്ഡേ. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ജോയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് വിഷ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് വളരെ ആദൃശ്യമായിട്ട് നെൽസൺ പറയുന്നു ഇന്ന് ജോയുടെ പിറന്നാളാണെന്ന്. പെട്ടെന്ന് എല്ലാവരും കൂടി സജീവം ഉണ്ടായിരുന്നു, അച്ചായനുണ്ടായിരുന്നു, വിജയനുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഓടിപ്പോയി ഒരു കേക്ക് മേടിച്ച് വളരെ യാദൃശ്യമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നമ്മൾ സൽക്കാരം ബെന്നിയുടെ അവിടെ നിന്ന് കൂടി. ഭയങ്കര രസമായിരുന്നു അത്. അത് പെട്ടെന്നായതുകൊണ്ടുള്ളൊരു പെട്ടെന്ന് അറിയുന്നു, അതിൻ്റെ ഒരു സുഖം കൂടി ഉണ്ടായിരുന്നു അതിന്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ അറിയുന്നത്. ഈ രണ്ടാമത്തെ പ്രാവശ്യം അറിയുമ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പകുതിക്ക് നിൽക്കുന്നൊരു ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇനി ചിന്തിക്കുമ്പോൾ നാളെ എന്ന് പറയുന്ന ഒരു വർഷങ്ങൾ അത് ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വർഷങ്ങളായി തീരട്ടെ എന്ന് ഈ ഒരു നല്ല ദിവസത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ലോകമറിയുന്ന ഒരു മികച്ച സംവിധായകനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ ഒരിക്കൽ കൂടി. വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ പ്രിയപ്പെട്ട ജോ. ചേട്ടാ ഹായ്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇത് ചേട്ടൻ്റെ വർഷം വരട്ടെ. നമ്മൾ പരിചയപ്പെട്ട് കുറച്ചായിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടത് വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ജെനുവൻ സോൾസാണ് ചേട്ടൻ. എല്ലാ ആളുകളും ചേട്ടനെ ചുറ്റുള്ള എല്ലാ ആളുകളും ഹാപ്പി ജീവിക്കണമെന്നും സക്സസ്ഫുൾ ആണെന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ പ്യുവറായിട്ടൊരു മനുഷ്യനാണ്. എനിക്ക് വി ഹാർഡ്ലി ഹാഡ് 10 days ടുഗെദർ. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ക്ലോസ് ആയി കാണുന്ന വളരെ ചുരുക്കം പേരുള്ള ചേട്ടനാണ്. എൻ്റെ എല്ലാ ഇമോഷൻസും വിളിച്ച് പറയാനും ഓണസ്റ്റ്ലി എനിക്ക് എപ്പോഴും അപ്രോച്ച് ചെയ്യാനും യു വിൽ ബി ദെയർ എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളാണ് ചേട്ടൻ. അത്രയും ഒരു നല്ല മനുഷ്യനാണ്. ഐ റിയലി വിഷ് ഓൾ സക്സസ് ഫോർ യു. മോറോവർ ചേട്ടൻ ഒരു വളരെ നല്ല ടെക്നീഷ്യനാണ്, നല്ലൊരു ഡയറക്ടറാണ്. ചേട്ടനുള്ളിൽ വളരെ നല്ല ഇന്നോവേറ്റീവ് തോട്ട്സ് ഉണ്ട്. ഐ റിയലി വിഷ് യു സക്സീഡ് ഇൻ ഓൾ ദാറ്റ്. ചേട്ടൻ എല്ലാ ഡ്രീംസും സക്സസ്ഫുൾ ആവട്ടെ. ഈ വർഷം ഹോപ്പ്ഫുള്ളി ഷുഡ് ബി യുവർ ഇയർ. നമുക്ക് ഒരുമിച്ച് വയ്ക്കാൻ സാധിക്കട്ടെ. ഐ എം റിയലി വെരി ഫോർ ദാറ്റ്. ബിക്കോസ് നമ്മൾ ആ ഒരു വളരെ കുറച്ച് സമയം തന്നെ നമുക്ക് ആ ഒരു കംബ്രാഡറിയും ആ ഒരു ഹാപ്പിനെസ്സും എനർജി വി ഷെയർ ഒക്കെ ശരിക്കും മെമ്മറബിൾ ആണ്. സോ ഐ റിയലി ഹോപ്പ് ഓൾ സക്സസ് ഫോർ യു. ഐ റിയലി വിഷ് ഓൾ സക്സസ് ഫോർ യു. ഈ വർഷവും ചേട്ടൻ ഒരു ബർത്ത്ഡേ ഒക്കെ അടിപൊളിയാവട്ടെ. വിൽ സീ യു സൂൺ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. ഗോഡ് ബ്ലെസ്. ഹായ്, എൻ്റെ പേര് കുര്യാക്കോസ് ഉണ്ണേട്ടൻ. 50ാം ജന്മദിനം ആഘോഷിക്കുന്ന ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട ജോമിക്ക് എല്ലാവിധമായ ആശംസകളും സ്നേഹാദരവുകളും. ഞാൻ ജോമിയായിട്ട് പരിചയപ്പെടുന്നത് UK വന്നതിന് ശേഷമാണ്. എന്നാൽ വളരെ ദീർഘകാലത്തെ ഒരു ആത്മബന്ധമുണ്ട്. അന്ന് വരുന്നവരെ ഒരു കൂടപ്പിറപ്പിനെ പോലെയുള്ള ഒരു ആത്മബന്ധവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നു. ജോമി ഡയറക്റ്റ് ചെയ്ത 2 സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ. 8119 മൈൽസ് എന്ന സിനിമയിൽ ഒരു സുപ്രധാന വേഷം ചെയ്ത വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ആത്മസുഹൃത്തുക്കൾ, അതായത് സഹോദരങ്ങളെ പോലെ തന്നെയാണ് ഇന്നും അന്നും ജീവിച്ചിരുന്നത്. ഈ അവസരത്തിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ജോമിക്ക് ഇനി ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നല്ല സിനിമകളുണ്ടാകട്ടെ. ജോമിയുടെയും ഡാനിയുടെയും ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും മനുഷ്യത്വവും ഒന്നും ഒരിക്കലും മറക്കാനാവുന്നതല്ല. ഊഷ്മളമായ സ്നേഹം, ആ സ്നേഹം ഒരിക്കലും മറക്കാനാവില്ല. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ജോമിക്ക് ഒരിക്കൽ കൂടി ദീർഘായുസ്സും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹാദരവുകൾ. Happy birthday, Jomi uncle. Happy birthday, Jomi. Birthday to you. Happy birthday to you. Happy birthday, uncle. Happy. ജോമിച്ചന് 50 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മൾ ഒന്നിച്ച് മന്നാളത്ത് ജോലി ചെയ്ത സമയത്ത് ജോമിച്ചൻ്റെ 30th ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അതിലേക്ക് ഓടിച്ചാടി നടന്ന ആ ചുള്ളം പയ്യൻ, ജോമിച്ചൻ്റെ ഭാഷയിൽ ഇന്ന് 50 കഴിഞ്ഞ തൈക്കളവൻ. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്തുമാത്രം ആൾക്കാരെ ജോമിച്ചനെ ഇഷ്ടപ്പെടുന്നു, ജോമിച്ചൻ്റെ ക്വാളിറ്റീസിനെ ഇഷ്ടപ്പെടുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. എനിക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് ജോമിച്ചൻ. അത് ഞാൻ എന്നും ദൈവത്തോട് ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്കിനി ഒരുപാട് ബർത്ത്ഡേസ് ഇങ്ങനെ ഒന്നിച്ച് ആഘോഷിക്കാനും ഒരുപാട് യാത്രകൾ ചെയ്യാനും ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ് എ വെരി ഹാപ്പി ബർത്ത്ഡേ. ലവ് യു ചക്കരിയമ്മ. പ്രിയപ്പെട്ട ജോമി ചേട്ടായി, 50ാം പിറന്നാളിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ മായാത്ത വസന്തം പോലെ, വാടാത്ത പുഷ്പം പോലെ എന്നും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ചേട്ടായിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പിറന്നാളിൻ്റെ 1000 മംഗളങ്ങളും ആശംസകളും നേരുന്നു. ജോമി, എന്നോട് വിശേഷം. ഹാഫ് എ സെഞ്ചുറി അടിച്ചിരിക്കുന്ന ജോമിക്ക് എല്ലാവിധ ആശംസകളും. വരുമ്പോൾ കാണാം, വരുമ്പോൾ ചിയേഴ്സ്. എനിവേ, യു ലുക്ക് ആസ് ഓൾവേസ് അമേസിങ്. You are only in 40, okay, Jomi? See you soon when you come here. Bye. Happy birthday, Jomi uncle. Happy 50th birthday. You're almost 100 now, halfway there. I hope you have the best birthday in a long time. You only turned 50 once. I wish you well. ഹലോ ജോമി. അപ്പം നോട്ടി 40 പാസ് ചെയ്ത് അടുത്ത ലൈഫ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജോമിക്ക്, വളരെ ചെറുപ്പക്കാരനായി യൗവനം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോമിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു സ്നേഹപൂർവ്വം ഉള്ള ബർത്ത്ഡേ വിഷസ് നൽകുന്നു. സ്നേഹത്തോടെ ദിനൂപ്. Hi Joseph, happy birthday. Many happy returns of the day. Hoping all your wishes come true. Happy birthday. ജോമി, 50ാം പിറന്നാൾ ഘോഷിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ജോമി ചാച്ചാ, ഹായ്, സുഖാണോ? 50ാമത്തെ ബർത്ത്ഡേ ആണെന്നൊക്കെ കേട്ടു. ചെലവൊന്നുമില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ജോമി, 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോമിക്ക് ഹാപ്പി ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to Mr. Chacha. ജോമി, നാളെ ബർത്ത്ഡേ ആണല്ലോ അല്ലേ? 50ാം ജന്മദിനം. അർദ്ധ സെഞ്ചുറി അടിച്ചു. എല്ലാവിധ ആശംസകളും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോമിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു.